ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ അരിപ്പൊടിയോ ഗോതമ്പ് മാവോ മൈദയോ ഒന്നും ചേർക്കേണ്ട, അരി കുതിർത്തൊന്നും വെക്കേണ്ട, ഒരു 10 മിനിറ്റിനകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ്. വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1 കപ്പ് തന്നെ പാല് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഏത് കപ്പിലോ ഗ്ലാസ്സിലോ ഏതിലാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ പാലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്ക് ഒന്ന് റവയൊക്കെ ഒന്ന് കുതിർന്ന് വരും. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. 175 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണമെങ്കിൽ 200 ഗ്രാം വരെ എടുക്കാം. ക്യൂബായിട്ട് കിട്ടുന്ന ശർക്കരയാണെങ്കിൽ ഒരു 3 ക്യൂബൊക്കെ എടുത്താൽ മതി. നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പാനിയാക്കിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പിൽ കുറച്ചും കൂടുതലായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു ചൂടൊന്ന് മാറിയിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ചേർക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റവ പാലൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. റവ ഫുള്ളായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു ഏത്തപ്പഴമാണ്, നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു മധുരം ഈ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് കിട്ടും. ചെറിയ പഴമൊന്നുമല്ല, ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു 4-5 ഏലക്ക കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്, അല്ലെങ്കിൽ ഏലക്ക പൊടി ചേർക്കാം. ഒരു മീഡിയം സൈസിലുള്ള ഒരു ഏത്തപ്പഴമാണ്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഇനി നേരത്തെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരടുണ്ടെങ്കിൽ അരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഇതിനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടാണുള്ളത്. ഇനി ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നാലും കുറച്ച് തിക്കായിട്ടാണുള്ളത്. ബാക്കി വെള്ളം കൂടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സാദാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഇത് ഒന്ന് നല്ല പോലെ തിക്കായിട്ട് വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് ലൂസാവാതെ തന്നെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയുടെ ആ പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് തേങ്ങാപ്പീര ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ള് 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തേങ്ങ മൂത്ത് വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് എള്ളൂടെ ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി അത് മാവിലേക്ക് ചൂടോടെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് സോഡാപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ മാവ് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഒരു 1/4 ഭാഗത്തോളം ആ കുഴിയിലേക്ക് 1/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. തീ കൂട്ടി വെക്കരുത്, എന്നിട്ട് കൂടുതൽ കുറച്ചും വെക്കരുത്. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് ഉണ്ണിയപ്പത്തിലേക്ക് കുടിക്കും. തീ കൂട്ടി വെച്ചാൽ ഉള്ളൊന്നും വേവാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു സൈഡായപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് കുക്കായി കഴിഞ്ഞപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്.
ഈ ഒരു ഉണ്ണിയപ്പം ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. നമുക്ക് നല്ല ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു ബാച്ച് ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള മാവിനുകൂടി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. ഈ ഒരു ചട്ടി ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് എണ്ണ ഇങ്ങനെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതും ഒഴിച്ച മാവൊക്കെ ഒന്ന് ഒരു സൈഡ് കുക്കായപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയൊന്നും ഒട്ടും കുടിക്കാതെ നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് ഇത്രയും എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, പുറമേ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ അരി വെച്ചിട്ട് ചെയ്യുന്ന ഉണ്ണിയപ്പം പോലെ തന്നെയാണുള്ളത്. ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. താങ്ക്